മലയാളത്തിൽ നമ്മൾ തരും തരില്ല എന്നതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതാണ് ഗിവ് നോട്ട് ഗിവ്. കൂട്ടുകാരെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു ഫിലമെന്റ് ബൾബും ഒരു LED ബൾബുമാണ്. എന്നാൽ ആരാണ് ഈ ബൾബ് കണ്ടുപിടിച്ചത്? തോമസ് ആൽവ എഡിസൺ എന്നായിരിക്കും മിക്കവരുടെയും ഉത്തരം. എന്നാൽ അല്ല. ബൾബിൻ്റെ നിർമ്മാണ പുരോഗതിയിൽ ഒരു പങ്കാളി മാത്രമാണ് തോമസ് ആൽവ എഡിസൺ. ഈ ഇലക്ട്രിക് ബൾബുകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. ഈ ബൾബ് കത്തി നിൽക്കുന്നതിൻ്റെ അത്ര ആ ബൾബ് കത്തി നിൽക്കില്ല. എന്നാൽ 1879 എഡിസൺ കണ്ടുപിടിച്ച ബൾബിലെ ഫിലമെന്റ് അധിക നേരം ശേഷിച്ചിരുന്നു. ബൾബുകൾ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ഇംഗ്ലീഷിലെ വാക്കുകൾ പരിചയപ്പെട്ടാലോ? കൂട്ടുകാർക്ക് ഇപ്പോൾ ഒരു ബൾബ് വേണം. അങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? എനിക്ക് ഒരു ബൾബ് വേണം എന്നതാണ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്. I need a bulb. I need a bulb. ഇപ്പം നമ്മൾ മൂത്തവരോട് പറയുമ്പോൾ കുറച്ച് അപേക്ഷിച്ചാണല്ലേ പറയുക. ഇപ്പം നമ്മൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരു ബൾബ് തരാമോ എന്നാണ് ചോദിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക പ്ലീസ് ഗിവ് മീ എ ബൾബ്. പ്ലീസ്, ദയവായി, ഗിവ്, തരാമോ, എനിക്ക്, മീ, എ, ഒരു ബൾബ്. അപ്പം നമുക്ക് കുറേ ബൾബുകൾ വേണമെങ്കിലോ, എന്നുവെച്ചാൽ ഒന്നിൽ കൂടുതൽ ബൾബുകൾ വേണമെങ്കിലോ നമ്മൾ ES അവസാനത്തിൽ ആഡ് ചെയ്യും. പകരം നമ്മൾ സം എന്നും ആഡ് ചെയ്യും. ആദ്യം നമ്മൾ പറഞ്ഞത് I need a bulb എന്നായിരുന്നു. പക്ഷേ നമ്മൾക്ക് കുറേ ഒന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ പറയുക I need some bulbs. വേണമെങ്കിൽ നമുക്ക് ഈ സമ്മിന് പകരം നമ്പേഴ്സും ആഡ് ചെയ്യാം. സം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് എന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പം നമുക്ക് 4 എണ്ണം വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം I need 4 bulbs എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയേണ്ടത്. ഇത് തന്നെ നിർബന്ധമായും വേണമെന്ന് എങ്ങനെയാണ് നമ്മൾ പറയുക? നീ എനിക്ക് എന്തായാലും തരണം എന്ന് നമ്മൾ പറയുക You should give me എന്നാണ്. ആ ഷുഡ് അവിടെ വരുമ്പോൾ നിർബന്ധമായും എന്നാണ് അർത്ഥം വരുന്നത്. എങ്ങനെയാണ് പറയുക? You should give me a bulb. കൂട്ടുകാരും കൂടെ പറയുമോ? You should give me a bulb. നിർബന്ധമായും എന്നതിന് ഷുഡ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ഇതുവരെ നമ്മൾ തരണം, വേണം എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇനി നമ്മൾക്ക് വേണ്ട എന്നെങ്ങനെയാണ് പറയുക? വേണ്ട എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക don't. ചിലർ വായിക്കും do not എന്നല്ല ശരിക്കും വായിക്കേണ്ടത്, don't എന്നാണ് വായിക്കേണ്ടത്. നമ്മൾ ഇതുവരെ വേണം, തരണം എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇനി നമുക്ക് വേണ്ട എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? വേണ്ട എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക don't. എക്സാമ്പിൾ, എനിക്ക് ബൾബ് വേണ്ട. I don't need a bulb. ആദ്യം നമ്മൾ പറഞ്ഞത് എനിക്ക് ബൾബ് വേണം, I need a bulb. ഇപ്പം അതിൻ്റെ അകത്ത് വെറും don't ആണ് വന്നിട്ടുള്ളത്. I don't need a bulb. നമ്മളിപ്പോൾ വേണം, വേണ്ട എന്നതിൻ്റെ ഇംഗ്ലീഷാണല്ലോ പഠിച്ചത്. ഇനി തരണം, ഞാൻ തരും, ഞാൻ തരില്ല എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഞാൻ തരും, I will give. ഫോർ എക്സാമ്പിൾ, ഞാൻ നിനക്ക് തരും, I will give to you. ഞാൻ നിനക്ക് തരില്ല, I will not give it to you. ഇതിൻ്റെ അകത്ത് not എന്നാണ് തരില്ല എന്നതിന് പറയുക. ആ നോട്ട് മാത്രമാണ്
ഞാൻ തരും എന്നതിൽ നിന്നും ആഡായി വരുന്നത്. ഒന്നും കൂടെ പറയാം. I will give you the bulb. മലയാളത്തിൽ നമ്മൾ തരും തരില്ല എന്നതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതാണ് give not give. ഉദാഹരണത്തിന്, ഞാൻ നിനക്ക് ബൾബ് തരും. I will give you the bulb. അവിടെ give വന്നു. ഇനി തരില്ല, ഞാൻ നിനക്ക് ബൾബ് തരില്ല. I will not give you the bulb. Not give അവിടെ വന്നു. ഇതാണ് തരും തരില്ല എന്നതിൻ്റെ ഡിഫറൻസുകൾ. ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ഇതുപോലെയുള്ള രസകരമായ കൊച്ചു കൊച്ചു അറിവുകളുമായി ഞാൻ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടാതെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.